BDS കോഴ്സിന് കേരളത്തിൽ തന്നെ നോക്കണോ അതല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിൽ പോകണോ എന്നുള്ളൊരു ഡിസ്കഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിലേക്ക് കിടക്കാം. അതെ, പൊതുവേ പണ്ട് മുതലേ ഉള്ള ആളുകളുടെ ധാരണയാണ് ആക്ച്വലി മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാൽ നമുക്ക് മാർക്ക് കുറവാണെങ്കിൽ മറ്റ് സംസ്ഥാനത്തിനെ ആശ്രയിക്കണം, കേരളത്തിൽ പോസിബിലിറ്റി കുറവാണ് എന്നുള്ളൊരു ധാരണ ആളുകളുടെ മനസ്സിലുണ്ട്. പക്ഷേ അങ്ങനെയാണോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കറൻ്റ്ലി? അതെ, ഒരു 10 കൊല്ലം മുമ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മെയിനായിട്ടും കർണാടക, പിന്നെ തമിഴ്നാട്, നോർത്ത് ഇന്ത്യ, അങ്ങനെ പല സ്റ്റേറ്റ്സിൽ പോകുന്നൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. അതെ, അങ്ങ് രാജസ്ഥാനിൽ ഇപ്പോൾ പഠിച്ചിട്ട് വന്ന ഡോക്ടർമാരുണ്ട് കേരളത്തിൽ ഇഷ്ടം പോലെ രജിസ്റ്റർ ചെയ്തേക്കുന്നത് അല്ലേ? അതെ, പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കേരളത്തിൽ തന്നെ ആവശ്യത്തിന് കോളേജുകളായിട്ടുണ്ട്. നമ്മൾ നീറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ കേരളത്തിൽ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അല്ലേ? നീറ്റ് ക്വാളിഫൈഡുള്ള ഏത് കാറ്റഗറിക്കാർക്കും കേരളത്തിൽ തന്നെ BDS കുറഞ്ഞ ഫീസിൽ പഠിക്കാമെന്നുള്ളതാണ്. നേരത്തെ ഉള്ള ട്രെൻഡ് നമ്മൾ പറഞ്ഞത് കേരളത്തിൽ കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. കോളേജുകൾ കുറവായിരുന്നു, ആവശ്യക്കാർ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി കൂടുതലായിരുന്നു. കുറേ പേര് മറ്റ് സ്റ്റേറ്റുകളിൽ പോയി പഠിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അവർക്ക് കേരളത്തിൽ കിട്ടാതെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതായത് ആ ഒരു ട്രെൻഡിൻ്റെ ചെറിയൊരു അംശം ഇപ്പോഴും കിടപ്പുണ്ട്. ഇപ്പോഴും കുറച്ച് പേര് അതറിയാതെ മറ്റ് സ്റ്റേറ്റുകളിൽ പോകുന്നവരുണ്ട്. തീർച്ചയായിട്ടും അതെ. നമ്മളെ വിളിക്കുന്ന കുറേ ആളുകൾ സാധാരണ വേറെ സ്റ്റേറ്റിൽ പോയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യം ഇപ്പം കേരളത്തിനെ സംബന്ധിച്ചില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. നമുക്കിപ്പോൾ ഫീസ് അളവ് കിട്ടുന്നുണ്ടെങ്കിൽ പോകുന്നതിനൊരു ന്യായം പറയാം. പക്ഷേ കേരളത്തിൽ തന്നെ നമുക്ക് പല റേഞ്ചിൽ ഫീസിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. കുറഞ്ഞ ബഡ്ജറ്റിലും പഠിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്കത് മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കേരളത്തിൽ കുറഞ്ഞ ഫീസ് ഉണ്ടെന്നുള്ളതാണ്. അതെ, അതുപോലെ തന്നെ SC ST OEC സ്റ്റുഡൻസ് വേറെ സ്റ്റേറ്റിൽ പോയി പഠിക്കുന്നുണ്ട്. അതിനെപ്പറ്റി എന്താണ് ഡോക്ടറിന് പറയാനുള്ളത്? ഏറ്റവും മണ്ടത്തരം തന്നെ അത് പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ആ ഒരു കാറ്റഗറി റിസർവേഷൻ നമ്മുടെ സ്റ്റേറ്റിൽ തന്നെയാണ് കിട്ടുന്നത്. ₹1 പോലും ഇവിടെ ഫീസില്ല. വെളിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ റിസർവേഷനും കിട്ടത്തില്ല. നോർമൽ ഹോസ്റ്റലും ബുക്കും മെറ്റീരിയലും യൂണിഫോമും എല്ലാം ഫ്രീ കിട്ടും. അപ്പം അതുമാത്രമല്ല ഏറ്റവും ക്വാളിറ്റിയുള്ള കോളേജിൽ പഠിക്കാനും പറ്റും അവർക്ക് സ്കോർ ഉണ്ടെങ്കിൽ. അത് സ്കോറുള്ള സ്റ്റുഡൻസ് തന്നെ വെളിയിൽ പോയി പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അവരെ സംബന്ധിച്ച് ഒരിക്കലും ചെയ്യരുതാത്തൊരു കാര്യമാണ് അല്ലേ? അതെ, വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെളിയിൽ പോയി പഠിക്കുമ്പോഴൊരു പ്രശ്നം, എല്ലാ കോളേജുകളിലും ആവശ്യത്തിന് പേഷ്യൻസ് ഉണ്ടാവത്തില്ല. അതെ, ഒരു 10ൽ 2-3 കോളേജുകളൊക്കെ ആയിരിക്കും ആവശ്യത്തിന് പേഷ്യൻസ് ഉള്ളൂ. നമുക്ക് ഈ എക്സാം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പരിചയമില്ലാത്തൊരു സിറ്റി ആയിരിക്കാം. നമ്മുടെ നാടുമായിട്ട് മറ്റുള്ള സ്റ്റേറ്റുകളിൽ എന്തായാലും വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പേഷ്യൻസിനെയൊക്കെ തപ്പി നമ്മൾ കോളേജിൻ്റെ വെളിയിൽ കൂടെ ഇറങ്ങി നടക്കേണ്ടതായിട്ടുള്ള പല പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഫുഡിൻ്റെ പ്രശ്നങ്ങൾ. എപ്പോഴും നമ്മുടെ നാട്ടിൽ തന്നെ പഠിക്കുവാണ് BDSനെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. നമ്മുടെ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിക്ക് അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉണ്ട്. അത് അപ്രൂവ് ചെയ്തേക്കുന്ന കോളേജിനും അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉണ്ട്. സോ കേരളത്തിലെ എല്ലാ കോളേജിനും മിനിമം ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ അല്ലേ? അതെ, പിന്നെ തീരെ ഫീസ് കുറവ് പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് ഓപ്ഷനുണ്ട് കേരളത്തിന് വെളിയിൽ. ഇന്ത്യയിൽ പല ഭാഗത്തും ഇപ്പോൾ 5 ലക്ഷത്തിന് താഴെ പോലും BDSന് കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതെ, അതിന് തള്ളിക്കളയേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ആ ഒരു ബഡ്ജറ്റ് ലെവലൊക്കെയാണ് ഉള്ളതെങ്കിൽ മാത്രമാണ് നമ്മൾ അതർ സ്റ്റേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ 10 ലക്ഷം എങ്കിലും ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അതെ, അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമുക്കതിലേക്ക് വേണ്ട രീതിയിൽ ഗൈഡ് ചെയ്യാം. ഓപ്ഷൻ അറേഞ്ച്മെൻറ്റിനോ BDSനെ സംബന്ധിച്ച് എന്ത് കാര്യത്തിനും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.